നമസ്കാരം, ഞാൻ തൻസി ഹാഷിർ. പ്രവാസി പെൻഷൻ വിദേശത്തുള്ളവർക്ക് 3500-ഉം മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് 3000 രൂപയുമാക്കി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. കേരള പ്രവാസി വെൽഫെയർ ബോർഡിൽ അംഗത്വമെടുക്കുന്നവർക്കാണ് ഈ ഒരു പ്രവാസി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. ആർക്കൊക്കെയാണ് അംഗത്വമെടുക്കാനാവുക? 18-നും 60-നും മധ്യ പ്രായമുള്ള ആളാകണം. അതുപോലെ അപേക്ഷകർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാകണം, അല്ലെങ്കിൽ 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങിയെത്തി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാനദണ്ഡം. അങ്ങനെ അംഗത്വമെടുത്ത് മാസം 350 രൂപ വെച്ച് അംശാദായം കുറഞ്ഞത് 5 വർഷമെങ്കിലും തുടർച്ചയായി അടച്ചിട്ടുള്ള 60 വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്കാണ് ഈ ഒരു പുതിയ പ്രഖ്യാപന പ്രകാരം പ്രതിമാസം 3500 രൂപ പെൻഷൻ ലഭിക്കുക. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളാണെങ്കിൽ അംശാദായം അടയ്ക്കേണ്ടത് 200 രൂപയാണ്. അവർക്ക് 3000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക. ഏത് വയസ്സിലാണോ നമ്മൾ ഈ അംഗത്വം എടുക്കുന്നത് അന്ന് മുതൽ 60 വയസ്സ് വരെയാണ് അംശാദായം അടയ്ക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ 45 വയസ്സിൽ ചേരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം 15 വർഷം അടയ്ക്കേണ്ടി വരും. അങ്ങനെ 5 വർഷത്തിൽ കൂടുതൽ അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് പൂർത്തിയാക്കിയ ഓരോ എക്സ്ട്രാ വർഷത്തിനും പെൻഷൻ തുകയുടെ 3% വീതം അധിക പെൻഷൻ ലഭിക്കും. അത്തരത്തിൽ പരമാവധി പെൻഷൻ തുകയുടെ ഇരട്ടി വരെയാണ് ലഭിക്കുക. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ പരമാവധി 6999 രൂപ വരെ പെൻഷന് അർഹതയുണ്ടാകും. നമുക്ക് ഓൺലൈനായിട്ട് അംഗത്വം എടുക്കാനായിട്ട് സാധിക്കും. ഇതിനായി www.pravasikerala.org അപേക്ഷിക്കേണ്ടത്. രജിസ്ട്രേഷൻ ഫീസ് 200 രൂപയാണ്. ഇനി ഓഫ്ലൈനായിട്ട് അംഗത്വം എടുക്കാനാണെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാലിലോ ഒക്കെ ആവശ്യമായ രേഖകൾക്കൊപ്പം അപേക്ഷിച്ചാൽ മതിയാകും. ഇതിൽ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യുന്ന കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, ലാസ്റ്റ് പേജ്, വാലിഡ് വിസ പേജിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് വേണ്ടത്. ഇനി വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ സ്ഥിരതാമസമായി കേരളത്തിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സിന് പുറമെ അവർ വിദേശത്ത് 2 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ താമസിച്ചതിന് തെളിവായിട്ടുള്ള പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള വിസ പേജുകളുടെ കോപ്പി ഹാജരാക്കണം. അതുകൂടാതെ 2 വർഷത്തിൽ കൂടുതൽ പ്രവാസിയായിരുന്നുവെന്നും തിരിച്ചു വന്നിപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസമാണെന്നും തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുമുള്ള സാക്ഷ്യപത്രവും നൽകണം. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് www.pravasikerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും.